ഓം നമഃശിവായ. ഗജകേസരി യോഗം എന്നു പറഞ്ഞാൽ ഈ 3 രാശിക്കാർക്കാണ്. ദേവഗുരു എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. ഈ ഗ്രഹം വർഷത്തിൽ ഒരിക്കലാണ് രാശി മാറുന്നത്. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹവും വ്യാഴമാണ്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം ആളുകളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് ഉള്ളത്. പൊതുവെ എല്ലാ രാശികൾക്കും ഗുണകരമായ ഒരു ഗ്രഹനിലയാണ്. ഈ രാശിയിൽ വെച്ച് വ്യാഴവുമായി മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗമുണ്ടാകുന്നതിലൂടെ ശുഭകരവും അശുഭകരവുമായ നിരവധി യോഗങ്ങൾ രൂപമെടുക്കും. വ്യാഴത്തിൽ നിന്നും വ്യത്യസ്തമായി 2.5 ദിവസത്തിനിടെ രാശിമാറ്റം നടത്തുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ഒരു മാസത്തിനിടെ 3 മുതൽ 4 രാശിമാറ്റം വരെ ചന്ദ്രൻ ഉണ്ടാകാറുണ്ട്. ചന്ദ്രനും നിലവിൽ ഇടവം രാശിയിലാണ് ഉള്ളത്. ഇങ്ങനെ ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും സമാഗമത്തിലൂടെ ഇടവത്തിൽ ഗജകേസരിയോഗം രൂപമെടുത്തിരിക്കുകയാണ്. ഗജകേസരിയോഗം എന്നത് ആളുകൾക്ക് അപൂർവ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു രാജയോഗമാണ്. ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ രൂപമെടുത്തിരിക്കുന്ന ഈ രാജയോഗം ചില രാശികൾക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നൽകും. വ്യാഴം പ്രബലനായിരിക്കുമ്പോൾ പാപഗ്രഹങ്ങളുമായുള്ള സംയോഗമോ അവയുടെ ദൃഷ്ടിയിൽ വരുന്ന സ്ഥിതിയോ ഉണ്ടാകാറില്ല. ഗജകേസരിയോഗം രൂപപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ എല്ലാ രാശികൾക്കും ഗുണഫലങ്ങൾ ലഭിക്കും. ഗജകേസരി യോഗത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ പോകുന്ന 3 രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തേത് മേടം രാശിയാണ്. മേടം രാശിയുടെ 2ാം ഭാവത്തിൽ, അതായത് ധനഭാവത്തിലാണ് വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സംയോഗമുണ്ടാകുന്നത്. ഗജകേസരിയോഗം ഇവർക്ക് ജീവിതത്തിൽ സവിശേഷമായ സൗഭാഗ്യങ്ങൾ നൽകും. ഏറെക്കാലമായി ചെയ്തു തീർക്കാതിരുന്ന ജോലികൾ പൂർത്തിയാക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കൂടുതൽ പണമുണ്ടാക്കണമെന്ന ചിന്തയും അതിനുള്ള അവസരങ്ങളും ഉണ്ടാകും. ഇതിലൂടെ സമ്പാദ്യം വളരും. കടം കൊടുത്തതോ തിരികെ കിട്ടാനായ പണം തിരിച്ചു ലഭിക്കും. മനഃശാന്തിയുണ്ടാകും. കുടുംബാന്തരീക്ഷവും സമാധാനപൂർണവും പ്രസന്നവുമാകും. വ്യാഴത്തിന്റെ അനുഗ്രഹം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ആകസ്മിക ധനലാഭം ഉണ്ടാകും. രണ്ടാമത്തേത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരുടെ 8ാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സമാഗമം സംഭവിക്കുന്നത്. ഇതിലൂടെ തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും. ഏറെക്കാലമായി മാറ്റിവെച്ചിരുന്ന ജോലികൾ പൂർത്തീകരിക്കും. വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ദുഷ്ടശക്തികളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഏറെക്കാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സമാധാനം ഉണ്ടാകുകയും ചെയ്യും. കുടുംബസ്വത്ത് ലഭിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകളോ വാഹനങ്ങളോ വാങ്ങിക്കുകയും ചെയ്യും. അവസാനത്തേതാണ് കന്നി രാശി. കന്നി രാശിയുടെ 9ാം ഭാവത്തിൽ, അതായത് ഭാഗ്യവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ചന്ദ്രനും വ്യാഴവും സമാഗമിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലയളവിൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകും. ഗജകേസരിയോഗം ജീവിതത്തിൽ പല അദ്ഭുതങ്ങളും കാണിക്കും. പുതിയ ജോലിയോ ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആരംഭിക്കുന്നതിന് അത്യന്തം ശുഭകരമായ സമയമാണിത്. വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാകയാൽ എല്ലാ കർമ്മമണ്ഡലങ്ങളിലും സഫലതയുണ്ടാകും. പ്രശസ്തിയും സമ്പത്തും തേടിയെത്തും. അവിവാഹിതർക്ക് വിവാഹത്തിനും വിവാഹത്തോടെ ജീവിതത്തിൽ അദ്ഭുതകരമായ മാറ്റങ്ങൾ ദർശിക്കാനും ഭാഗ്യമുണ്ടാകും. ഇഷ്ടമില്ലാത്ത ജോലികളിൽ നിന്നും മാറ്റം ലഭിക്കും.